തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു. പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടുന്ന ജില്ലയിലെ ഒരു പ്രദേശം കൂടിയാണ് നമ്മുടേത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുക്കും ചിട്ടയുമുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് രംഗം വന്നപ്പോൾ തന്നെ ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറി പി മോഹൻ രാജ് പങ്കെടുത്ത ഒരു കൺവെൻഷൻ നമുക്ക് ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുവാൻ കഴിഞ്ഞു. കൺവെൻഷന് ശേഷം നമ്മുടെ സ്ക്വാഡ് പ്രവർത്തനം നിരവധി കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ ആളുകൾ, ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ ഒരു നല്ല ജനസഞ്ചയനത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വീടുകൾ കയറിയിറങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രത്യേക കൺവെൻഷൻ ബഹുമാനായ മുൻ KPCCയുടെ ജനറൽ സെക്രട്ടറി, മുൻ MLA അഡ്വക്കേറ്റ് K. ശിവദാസൻ നായരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നമുക്കൊരു പ്രത്യേക കൺവെൻഷൻ നടത്തുവാൻ കഴിഞ്ഞു. അതും വാർഡിനെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായി മുഴുവൻ ഭവനങ്ങളും 3 പ്രാവശ്യം നമുക്ക് വീടുകളിൽ എത്തിച്ചേർന്ന് അഭ്യർത്ഥനയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നല്ലൊരു ഇലക്ഷൻ കമ്മിറ്റി നമ്മൾ സജീവമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേതൃത്വത്തിൽ ശ്രീ തോമസ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ, നഗരസഭയുടെ പ്രിയങ്കരിയായ കൗൺസിലർ ശ്രീ ആൻസി തോമസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ടീം ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ നേട്ടം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും മുൻ വർഷങ്ങളിലെ ഇലക്ഷൻ പ്രവർത്തനം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ ഏറ്റവും ചരിത്രത്തിൽ ഉണ്ടാകുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾ അതിൽ ഉദ്യമത്തിൽ പങ്കാളിയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കേന്ദ്രം മാറ്റിയ സാഹചര്യത്തിൽ നമ്മൾ വർഷങ്ങളായി മുണ്ടുകോട്ടയ്ക്കൽ SNSV UP സ്കൂളിലായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് കേന്ദ്രം. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനം അനുസരിച്ച് ഹൈക്കോടതിയെ ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു വ്യക്തി എന്ന തരത്തിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡോളി സംവിധാനം വർഷങ്ങളായി ഏർപ്പെടുത്തിയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ സ്കൂളിൽ ജനാധിപത്യ സംവിധാനം പൂർത്തീകരിച്ച്. പക്ഷേ ഇപ്പോൾ അംഗൻവാടി ബഹുമാന്യനായ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി കൊടുക്കുകയും നമ്മുടെ സ്മാർട്ട് അംഗൻവാടി തെരഞ്ഞെടുപ്പ് കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച പാതയുടെ പൂർത്തീകരണം ഏറെ നേട്ടം തന്നെയാണ്. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ വാഹനത്തിലെത്തി വോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷകരമായ മറ്റൊരു വസ്തുത. സ്മാർട്ട് അംഗൻവാടിയുടെ പൂർത്തീകരണം ഏതാണ്ട് 26 ലക്ഷം രൂപ മുതൽ മുടക്കിയ ഒരു പദ്ധതി നഗരസഭയിലെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായി ഒരു വിനോദത്തിൽ ഏർപ്പെടാനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു സ്ഥാപനമായി നമുക്ക് അംഗൻവാടിയെ കാണുവാൻ കഴിയും. അംഗൻവാടിയുടെ സ്മാർട്ട് അംഗൻവാടി AC ഉൾപ്പെടെയുള്ള പ്രവർത്തന സജ്ജമായ ഒരു അംഗൻവാടിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. അത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രോജക്റ്റാണ്. അതിലുപരി നമുക്ക് തെരുവിളക്കുകളുടെ പരിപാലനം, അതേപോലെ തന്നെ താറുമാറായ റോഡുകളുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MPയുടെ ഫണ്ടിൽ നിന്നും നമുക്ക് മേലക്കലായി ഭാഗത്ത് ഒരു പൊക്കുവിളക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്കൊരു നേട്ടമായി നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് ചികിത്സാ ധനസഹായത്തിലൂടെ സഹായം എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. ബഹുമാനായ മുൻ MLA അഡ്വക്കേറ്റ് K. ശിവദാസൻ നായർ സാർ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ റോഡുകളുടെ നവീകരണം, ഒട്ടേറെ റോഡുകൾ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ എടുത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സജി K. സൈമനാണ്. ഏതാണ്ട് ഒരു 20-25 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടുത്തെ സ്വന്തം ആളാണ്. ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബങ്ങളുടെയും സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഇവിടെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഒരു ആശങ്കയൊന്നുമില്ല. പിന്നെ
എന്താണ് നമുക്ക് മൊത്തത്തിലൊരു വിജയം വേണം. അതായത് കോൺഗ്രസിന്റെ ഒരു ഭരണം വരണം, നല്ലൊരു സ്ഥാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അതായ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഇതുവരെ അർഹിക്കപ്പെട്ട ഒരു സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം അത് ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വലിയൊരു പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടിലെ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. മുൻകാലങ്ങളിലും നന്നായിട്ട് പോകും. അതിനേക്കാൾ ഡബിളായിട്ട് ഇപ്പം നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എല്ലാവരും ഏത് സമയത്ത് എപ്പോൾ വിളിച്ചാലും, പ്രത്യേകിച്ച് സജി കെ സേമന് ഇപ്പോഴത്തെ കൗൺസിലർ ആൻസി തോമസ്, ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് ആൾക്കാരും എപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഉണ്ടാവും, ജനങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അവരുടെ കൂടെയും ഉണ്ട്. വിജയം സുനിശ്ചിതം. യാതൊരു സംശയവുമില്ല. വിജയം എന്നുള്ളതല്ല, വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്.